വളരെ എളുപ്പത്തിൽ മുരിങ്ങയില മുട്ടത്തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുരിങ്ങയില കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട അരപ്പ് വേണം. തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം ഇന്ന് ചതച്ചെടുക്കണം. പിന്നെ മുട്ട ഒന്ന് ഉപ്പ് ചേർത്ത് വേണം ഒന്ന് അടിച്ചെടുക്കേണ്ടത്. ഇപ്പം ഞാൻ അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുക. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുക. മുരിങ്ങയില എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. മുരിങ്ങയിലേക്ക് പെട്ടെന്ന് ആവി കയറുമ്പം തന്നെ അതൊന്ന് വാടി വരും. അത് മുരിങ്ങയിലേക്ക് വേവില്ല. പിന്നെ ഈ സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തൊന്ന് ആ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ആദ്യമേ മുരിങ്ങയില ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്ന ആ മുരിങ്ങയിലയുടെ ആ ഒരു പച്ച എന്തോരങ്ങ് മാറാനാണ്, ആ ഇലയുടെ ഒരു കുത്ത് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഒന്ന് ചതച്ച് എടുക്കാവുള്ളൂ ഇതിനുള്ള അരപ്പ്. ഒത്തിരി അങ്ങ് അരഞ്ഞും പോകരുത്. ഇതിൽ തന്നെ ഞാൻ പച്ചമുളകും വെളുത്തുള്ളി, ജീരകം എല്ലാം ചേർത്തൊന്ന് ചതച്ചെടുത്തതാണ്. അത് ആ നടുക്ക് തന്നെ ഇട്ടൊന്ന് വകന്ന് വെച്ച് നടുക്കിട്ടിട്ട് ആ ഇല കൊണ്ട് തന്നെ, ആ മുരിങ്ങയില കൊണ്ട് തന്നെ ഒന്ന് പൊത്തി വെക്കണം. ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കൂട്ടി വെക്കുന്നത് അരപ്പൊന്ന് തേങ്ങ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ആവി കയറി അരപ്പൊന്ന് വേവുന്നതിന് ഒന്നൊരു അടച്ചു വെച്ചൊന്ന് ആവി കയറ്റാം. ഇപ്പോൾ ആവിയിലിരുന്നൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് അരപ്പും മുരിങ്ങയിലും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അന്നേരം ആ അരപ്പിൻ്റെയൊക്കെ വെള്ളം എല്ലാം അങ്ങ് വലിയിച്ചിട്ട് നേരം നമ്മൾ അടച്ചു വെച്ച് അരപ്പൊക്കെ ഒന്ന് വേവിക്കുമ്പോൾ ഇതിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. ആ മുട്ട നമ്മൾ അടിച്ചെടുക്കുന്നത് ഉപ്പിട്ട് വേണം ഒന്ന് അടിച്ചെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിലോട്ട് തന്നെ അത് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചിക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കുക. ഇപ്പോൾ ചിക്കി എടുത്തിട്ട് ഇനി മുരിങ്ങയിലയും അരപ്പും എല്ലാത്തിലും കൂടെ ആയിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്നിച്ചതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുരിങ്ങയിലയും അരപ്പും എല്ലാം നന്നായിട്ടൊന്ന് ഇതിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇതിപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് മിക്സായി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുരിങ്ങയില മുട്ടത്തോരൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.